മറ്റൊരാരംഭവും അവരംഭവുമായി നിലകൊള്ളുന്ന മഹാനാണ് ശംസുൽ ഉലമാ ശംസു ശൈഖ് മശായിഖിന ബഹുമാനപ്പെട്ട ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ അവർ. ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ അവരുടെ ശിഷ്യന്മാരും അവരുടെ ശിഷ്യന്മാരും അവരുമായി ബന്ധപ്പെട്ട ആലംബങ്ങളായി അവലംബമായി അവരെ കാണുന്ന ഒരു മഹാകൂട്ടം ജനതയാണ് കേരളത്തിലെ മലബാറിലുള്ള നല്ല ഒരു ശതമാനം ആളുകൾ. ബഹുജനങ്ങൾക്കിടയിലും സാധാരണക്കാർക്കിടയിലും ഏറ്റവും അധികം മഹാബത്തും ആദരവുമുള്ളവർ ബഹുമാനപ്പെട്ടവരാണ്. ആ നിലക്ക് തന്നെ ആ ഹൈബത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ആദരവും സ്വീകാര്യതയും അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനർക്ക് നൽകിയിരുന്നു. ആകാശത്തുള്ള മലക്കുകൾ ബഹുമാനപ്പെട്ടവരെ ആദരിക്കുകയും അള്ളാഹുവിന്റെ ഇഷ്ടക്കാരൻ എന്ന നിലയ്ക്ക് പ്രത്യേകം ആദരിക്കുകയും ചെയ്തുകൊണ്ട് അവരുടെ ആഹ്വാനപ്രകാരം ഭൂമിയിലുള്ളവർ ബഹുമാനപ്പെട്ടവരെ ആദരിച്ചിരുന്നു. എതിരഭിപ്രായമുള്ളവരും ഒന്നും പറയാൻ ധൈര്യപ്പെടാത്ത വിധമായിരുന്നു ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ ഖുതുബി അവരുടെ നിലപാട്. ആ ഖുതുബി അവർ കാര്യവട്ടം സമ്മേളനത്തിന് ബഹുമാനപ്പെട്ടവർ, അതായത് പാങ്ങിൽ അഹമ്മദ് മുസ്ലിയാർ ഇല്ലാതായി ബഹുമാനപ്പെട്ടവർ ആ യോഗത്തിന് പങ്കെടുക്കാൻ പറ്റാത്ത വിധം ശയ്യാവലംബിയായി. ആ യോഗത്തിലേക്കാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ ഖുതുബി അവർ അധ്യക്ഷരായി എത്തുന്നതും സമസ്തയുമായി പ്രത്യക്ഷമായി ബാഹ്യമായി പ്രകടമായി ബഹുമാനപ്പെട്ടവർ രംഗത്തിറങ്ങി ബന്ധപ്പെടും. എന്നാലും ഔദ്യോഗിക അംഗത്വമൊന്നും വഹിക്കാതെ ബഹുമാനപ്പെട്ടവർ സമസ്തയെ താലോലിക്കുകയും സമസ്തക്ക് ആലംബമായി അവലംബമായി നിലകൊള്ളുകയുമായിരുന്നു. ആ ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് മുസ്ലിയാരുടെ വഫാത്തിന്റെ ശേഷമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ നേതൃരംഗത്തേക്ക് ഔദ്യോഗിക അംഗമായല്ലെങ്കിലും ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ ഖുതുബി അവർ വരുന്നത്. പാങ്ങിൽ അഹമ്മദ് മുസ്ലിയാരുടെ ഇല്ലാത്ത ആ ശൂന്യത ഒരിക്കലും സുന്നത്ത് ജമാഅത്തിന്റെ ശത്രുക്കൾക്ക് ഒരിക്കലും അനുകൂലമാകരുത്, ആ ശുദ്ധതയിൽ അവർ മുതലെടുക്കരുത് എന്ന നിലക്കുള്ള രംഗം മറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ നിയതി പ്രകാരം നിയോഗപ്രകാരമുള്ള രംഗത്ത് വരലായിരുന്നു ബഹുമാനപ്പെട്ടവർ രംഗത്ത് വന്നു. അതില്ലായിരുന്നെങ്കിൽ ഇന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ ആ പേരിൽ നിലനിൽക്കുന്ന സംഘടന ആദർശമോ അതിന്റെ പാരമ്പര്യമോ എന്തായിരിക്കട്ടെ അവരുടെ കയ്യിലായിരിക്കട്ടെ, പേരും വിലാസവും അതിന്റെ രജിസ്റ്റേർഡ് നിലപാടുകളും അതിന്റെ റിക്കാർഡിക്കലായുള്ള ഔദ്യോഗികതയും ഒക്കെ നിലകൊള്ളുന്നത് നിലവിലിരിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന സംഘം, ആ സംഘത്തിന്റെ 100ാം വാർഷികം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണിപ്പോൾ. ഇതൊന്നും ആഘോഷിക്കാൻ ബഹുമാനപ്പെട്ട ഖുതുബി ഇല്ലായിരുന്നെങ്കിൽ സമസ്ത ഉണ്ടാകുമായിരുന്നില്ല പാങ്ങിൽ അഹമ്മദ് മുസ്ലിയാരുടെ ശൂന്യതയിൽ എന്നതാണ് പരമാർത്ഥമാണ്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ ഖുതുബി രംഗത്ത് വന്നാൽ പിന്നെ ഉറപ്പിച്ചും അന്നത്തെ കേരള ഉലമാക്കൾക്ക് പറയാം, ഖുതുബി ഏറ്റവും ഇഷ്ടപ്പെട്ട ബഹുമാനപ്പെട്ടവരുടെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന, ബഹുമാനപ്പെട്ടവർക്ക് പറയാനുള്ളത് പറയാൻ ബഹുമാനപ്പെട്ടവരെ ഏൽപ്പിക്കുന്ന ശിഷ്യനാണ്. പ്രായം കുറവാണെങ്കിൽ പോലും അന്നത്തെ ഉലമാനിരയിൽ പ്രായം കുറവാണെങ്കിൽ പോലും ബഹുമാനപ്പെട്ട താജുൽ ഉലമാ ശൈഖുനാ വണ്ടൂരിലെ ശൈഖുനാ സദഖത്തുൽ ഉസ്താദ് അവർ. അള്ളാഹുവിന്റെ ഹക്ക് ജാഹ് ബർക്കത്തുകൊണ്ട് നമ്മുടെ ഈ ലോകമുറാദുകളും ഹാസിലാക്കുമാറാവട്ടെ. അവർ സജീവമായി രംഗത്ത് വരുന്നത് ഖുതുബി അവരുടെ ഈ രംഗപ്രവേശത്തോടെയാണ്. കാര്യവട്ട സമ്മേളനത്തോടു കൂടെ തന്നെയാണ് അതിന്റെ ശരിയായ രംഗത്ത് വരിക. എന്റെ മുമ്പേ അംഗമായും 25 മുതലേ അവർക്കുണ്ടെങ്കിലും ശംസുൽ ഉലമാ ഖുതുബി അവരോട് കൂടെ അവരുടെ രംഗത്ത് വരലോടുകൂടെ സമസ്തയെ പോറിലേൽക്കുന്ന യാതൊന്നും സംഭവിക്കാതിരിക്കാൻ ബഹുമാനപ്പെട്ടവർ അങ്ങേയറ്റം പരിശ്രമിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഖുതുബിയുടെ ശിഷ്യന്മാരും അങ്ങനെ തന്നെ പരിശ്രമിക്കുന്നുണ്ട്. 1940കളിലും 50കളിലും എല്ലാം ഇത് നമുക്ക് ചരിത്രം വായിച്ചാൽ നല്ലപോലെ ബോധ്യപ്പെടും.